ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേണിംഗ് ലെൻസിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നവംബർ മാസത്തിലെ PSC ബുള്ളറ്റിനാണ്. ഓക്കെ, നമുക്ക് പോവാം. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടുന്ന ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന്റെ തിരുത്ത് എന്ന കൃതിക്കാണ്. അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന കൃതിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം. വയലാർ അവാർഡ് ആർക്കായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവിൽ. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് കറുപ്പനും കങ്കാരുതത്വവും സൂര്യകാന്തികളുടെ നഗരം. NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഹിഗ്ഗിറ്റ, ഭീമച്ചൻ, പഞ്ചകന്യക, ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ. ഓക്കെ, ഇതൊക്കെയാണ് ഹിഗ്ഗിറ്റ, ഭീമച്ചൻ, പഞ്ചകന്യക, പര്യായകഥ, ചൂളൈമേട്ടിലെ ശവങ്ങൾ. ഇവയൊക്കെയാണ് NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഹിഗ്ഗിറ്റ, ചൂളൈമേട്ടിലെ ശവങ്ങൾ, പര്യായകഥ, പഞ്ചകന്യക, ഭീമച്ചൻ, പിന്നെ ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ. അത് ക്രോസ്വേഡ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ. വൻമരകൾ വീഴുമ്പോൾ, അത് ചെറുകഥയാണ്. സിനിമയാക്കിയിട്ടുണ്ട് കായത്തരൻ. ഓക്കെ, അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവന്. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു V സാംസൺ. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു V സാംസൺ. ബുക്കർ സമ്മാനം, ഈ വർഷത്തെ ബുക്കർ സമ്മാനം കിട്ടിയത് സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ്. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ് 2024 ബുക്കർ സമ്മാനം കിട്ടിയത്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങി. 29ാമത്തെ UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ. സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. എവിടെയായിരുന്നു വേദി? കഴിഞ്ഞ ക്ലാസ് നമ്മൾ വേദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദി എവിടെയാണ്? കൊച്ചിയിലായിരുന്നു വേദി. ഓവറോൾ ചാമ്പ്യന്മാർ തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി ആലപ്പുഴ. വിജയി മലപ്പുറം ജില്ല. ഇത് സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തക്കുടു എന്ന അണ്ണാനാണ് ഭാഗ്യചിഹ്നം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS ആണ് അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. അത്ലറ്റിക്സ് വിഭാഗത്തിൽ മലപ്പുറത്തിനാണ് കിരീടം. ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ജില്ല. ഈ വർഷത്തെ ഡോക്ടർ ഖമറുദ്ദീൻ പുരസ്കാരം ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിന്. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിനാണ് ഈ വർഷത്തെ ഡോക്ടർ ഖമറുദ്ദീൻ പുരസ്കാരം കിട്ടിയത്. തപസ്യ കലാ സാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണിന്. തപസ്യ കലാ സാഹിത്യവേദിയുടെ തുറവൂർ വിശ്വംഭര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കിട്ടിയത്? എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണനാണ് ലഭിച്ചത്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരൻ ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറാണ്. പിന്നെ എന്തിന് അർഹനായത്? ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. സാമൂഹ്യ പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് റോങ്ഡി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലെമിസിനും ലഭിച്ചു. സാമൂഹ്യ പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് റോങ്ഡി പുരസ്കാരം ആർക്കൊക്കെയാണ്? മേനകാ ഗാന്ധിക്കും മേജർ ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലെമിസിനും ലഭിച്ചു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുത്തു. ഈ വർഷത്തിലെ മികച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. തായ്ലാന്റ് വിദേശകാര്യമന്ത്രി മാരിസ് സംഗിയാപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. തായ്ലാന്റിലെ വിദേശകാര്യ മന്ത്രിയാണ് മാരിസ് സംഗിയാപോങ്സ്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 ചുമതലയേൽക്കും. സത്യപ്രതിജ്ഞ
ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആളാണ്. US പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് ട്രംപ്. എന്നാണ് അധികാരമേറ്റത്? 2025 ജനുവരി 20-നാണ് അധികാരമേൽക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന് പേര്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹത്തിന്റെ പേരെന്താണ്? TOI 6651b. TOI 6651b. 66516 അങ്ങനെ ഓർമ്മിക്കാൻ പറ്റും. B. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാല കണ്ടുപിടിച്ച ഡ്രോണാണ് ഏകലവ്യ. കുഴിബോംബ് സൈനികരെ കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പറയുന്ന ഡ്രോൺ കണ്ടുപിടിച്ചതാരാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ-1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമുള്ള റോബോട്ട് ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ-1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമുള്ള റോബോട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമുള്ള റോബോട്ട് ഏതാണ്? സ്റ്റാർ-1. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറയാണ് പുറത്തിറക്കിയത്. സൂര്യനിൽ ജൂലൈ 16-ന് സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷന്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. ജൂലൈ 16-ന് ഒരു കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സമയം ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് കണ്ടെത്തി. പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. പൊതുനന്മയ്ക്കായി ഏതു സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല എന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചു സുപ്രീം കോടതി. പൊതുനന്മയ്ക്കായിട്ട് ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല എന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ചു സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ല എന്ന് നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ല എന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. നമ്മുടെ കേരള പുരസ്കാരങ്ങളാണ്. കേരള ജ്യോതി കിട്ടിയത് ആർക്കാണ്? അധ്യാപകനും എഴുത്തുകാരനുമായ MK സാനുവിനാണ് കേരള ജ്യോതി കിട്ടിയത്. ഇതിനകത്ത് കേരള പ്രഭ എന്നാണ് തന്നിരിക്കുന്നത്. കേരള പ്രഭ കിട്ടിയത് 2 പേർക്കാണ്. ISRO ചെയർമാൻ S സോമനാഥിനും ജൈവ കർഷക ഭുവനേശ്വരിക്കുമാണ് കേരള പ്രഭ കിട്ടിയത്. ആർക്കൊക്കെയാണ്? ISRO ചെയർമാൻ S സോമനാഥിനും ജൈവ കർഷക ഭുവനേശ്വരിക്കും. കേരള ശ്രീ കിട്ടിയതാണ് കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. കേരള ജ്യോതി കിട്ടിയത് MK സാനു. കേരള പ്രഭ കിട്ടിയത് S സോമനാഥിനും ജൈവ കർഷക ഭുവനേശ്വരി. കർഷകയാണ്. ഭുവനേശ്വരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർഷകയാണ്. കലാമണ്ഡലം വിമല മേനോൻ കലയാണ്. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രാഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി ആശാ വർക്കറാണ്. നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിലെ ആശാ വർക്കറാണ് ഷൈജ ബേബി. VK മാത്യൂസ് വ്യവസായ വാണിജ്യം. 6 പേർക്ക് കേരളശ്രീ, 2 പേർക്ക് കേരള പ്രഭ, ഒരാൾക്ക് MK സാനുവിന് കേരള ജ്യോതി. ബാലൻഡിയോർ ഫുട്ബോളിൽ നൽകുന്ന അവാർഡാണ് ബാലൻഡിയോർ 2024. മികച്ച പുരുഷ താരം റോഡ്രി, മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി, മികച്ച പരിശീലക എമ്മ ഹെയ്സ്, മികച്ച യുവതാരം ലാമിൻ യമാൽ. നമുക്കിത് ആദ്യം നോക്കാം. മികച്ച പുരുഷ താരം ആരാണ്? റോഡ്രി. മികച്ച പുരുഷ താരം റോഡ്രി. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. പുരുഷ താരം റോഡ്രി,
മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി. പരിശീലക എമ്മ ഹൈസ് പരിശീലക. കാർലോ ആൻസലോട്ടി പരിശീലകൻ. റോഡ്രി മികച്ച പുരുഷ താരം. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. യുവതാരം ലാമിൻ യമാലാണ് മികച്ച യുവതാരം. ലാമിൻ യമാൽ. ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പെ, ഹാരി കെയ്നുമാണ് ടോപ്പ് സ്കോറർ. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെന്നിഫർ ഹെർമോസോ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ. ഒന്നുകൂടെ നോക്കാം. മികച്ച പുരുഷ താരം റോഡ്രി. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി. മികച്ച പരിശീലക എമ്മ ഹെയ്സ്. യുവതാരം ലാമിൻ യമാൽ. ടോപ്പ് സ്കോറർ ആരൊക്കെയാണ്? കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. പിന്നെ മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡും വനിതാ ടീം ബാഴ്സലോണയുമാണ്. അടുത്തത് സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. നമ്മൾ ഭരണഘടനയിൽ പഠിക്കുന്നതാണ് KS പുട്ടസ്വാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. സ്വകാര്യത മൗലിക അവകാശമാക്കാൻ വേണ്ടി പോരാടിയതിൽ പ്രമുഖ ആളാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. US പോപ്പ് സംഗീത ലോകത്ത് 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ്. മൈക്കിൾ ജാക്സനെ പ്രശസ്തനാക്കാൻ ഒരുപാട് പരിശ്രമിച്ച ആളാണ് ക്വിൻസി ജോൺസ്. അദ്ദേഹം അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പോപ്പ് സംഗീത ലോകത്ത് 7.5 സംഗീത സംവിധായകനാണ് ക്വിൻസി ജോൺസ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ക്യൂ. എന്താണ് ക്വിൻസി ജോൺസിന്റെ ആത്മകഥ? ക്യൂ. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാംനാരായൺ അന്തരിച്ചു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ. നിരൂപകനാണ് പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നാടക നടൻ കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ അന്തരിച്ചു. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുഗു സിനിമാ നടൻ ഡൽഹി ഗണേശ്. പിന്നെ കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ ആദ്യത്തെ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹഗൻസൺ അന്തരിച്ചു. കിക്കി ഹഗൻസൺ. ക്വിൻസി ജോൺസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്വിൻസി ജോൺസിന് 28 ഗ്രാമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ക്യൂ. പിന്നെ കിക്കി ഹഗൻസൺ. പിന്നെ കേരള ജ്യോതി കിട്ടിയത് MK സാനു. കേരളപ്രഭ കിട്ടിയത് ASR ചെയർമാൻ S സോമനാഥനും ജൈവകർഷക ഭുവനേശ്വരി. കേരളപ്രഭ കിട്ടിയത് കേരളശ്രീ കിട്ടിയത് കലാമണ്ഡല വിമല മേനോൻ, TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. ഓക്കെ. പിന്നെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമാണ്. പിന്നെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം MG ശശിഭൂഷൺ. പിന്നെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം പരിസ്ഥിതി പുരസ്കാരമാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. പരിസ്ഥിതിയാണ്. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ ST ബിജുവിനാണ് കിട്ടിയത്. പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. പിന്നെ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ NS മാധവന്റെ കുറെ കൃതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഹിഗ്ഗിറ്റ, ഭീമച്ചൻ, ചൂളൈമേടിലെ ശവങ്ങൾ, പര്യായകഥ, പഞ്ചകന്യക, പിന്നെ ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ. ഓക്കെ. ഇത്രേ ഉള്ളൂ. താങ്ക് യു. Please subscribe my channel.